സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ് താങ്കളുടെ ഊർജ്ജം. 3 എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്തിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുന്നൊരു കാർഡാണ്. പൊതുവേ ഈ കാർഡ് വരുന്നത് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരേ സമയം നമുക്കറിയാം ചില ഓപ്ഷൻസ് നെഗറ്റീവാണെന്നുള്ളത്. നിങ്ങൾക്ക് ഈ കമത്തി വെച്ചിരിക്കുന്ന കപ്പുകൾ കാണാം. ചിലതിൻ്റെ ഉള്ളിൽ വിഷകരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട്, അതേസമയം ചിലതിൻ്റെ ഉള്ളിൽ നല്ലതുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമുക്കൊരു എന്ത് ചൂസ് ചെയ്യണം എന്ന് പറയുന്നൊരു എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം, അതുമായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുള്ളത്. നമ്മുടെ എനർജി 7 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. രണ്ടും 7 തന്നെയാണ് വന്നിട്ടുള്ളത്. 7 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണത്. പൊതുവേ വളരെ സോളിഡായിട്ട് എനർജിയാണ്, പോരാടി വിജയിക്കുന്ന എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2 കാർഡുകളും ചേർന്ന് വരുമ്പോൾ ഇന്നത്തെ ദിവസം താങ്കൾക്ക് സുപ്രധാനമായിട്ട് ചില കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അതേസമയം താങ്കളുടെ മുന്നിൽ പല ഓപ്ഷൻസും ഉണ്ടാവും. നല്ല കാര്യമാണ്, നമുക്കത് ചൂസ് ചെയ്യാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ഈ 2 വരുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാർഡാണ്. ഒരിക്കലും വൈകാരികമായിട്ട് നിൽക്കരുത്. നിങ്ങൾ ഓർക്കണം, കപ്പ് എന്ന് പറയുന്ന വികാരങ്ങളുടെ കാർഡും വോണ്ട് എന്ന് പറയുന്നത് ഫയറിൻ്റെ കാർഡുമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇമോഷണലിയും സ്ട്രെസ്ഫുള്ളാണ്, മറ്റേ സമയത്ത് നമുക്ക് ചോരത്തിളപ്പും ഉണ്ട്. പക്ഷേ ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തിന് നമുക്കിന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷത്തിനാണ് മൂല്യം കൊടുക്കേണ്ടത്. നമുക്ക് രാത്രി ഉറങ്ങുന്നതിനെക്കാട്ടിലും മുമ്പ് നമ്മൾ എന്തെങ്കിലും നേടി എന്ന് തോന്നുന്ന ഒരു എനർജിയിലേക്കുള്ള സന്തോഷം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഊർജ്ജം, നമ്മുടെ എനർജി, രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ആയിരിക്കണം. നമ്മൾ ടയർഡായിട്ട് ഉറങ്ങരുത്. പക്ഷേ ഒരുപാട് പേരൊന്നും പല കാര്യങ്ങളൊന്നും നമ്മളോട് പ്രഷറൈസ് ചെയ്താൽ പോലും നമ്മുടെ ഊർജ്ജം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണെന്ന് പറയുന്നു. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.